ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 100 സാമി എന്ന് പറയുന്ന മൂവിയാണ്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സെൽവി എന്ന് പറയുന്ന സ്ത്രീയാണ്. അവരെന്തോ വലിയൊരു ടെൻഷനിലായിരുന്നു. അവരുടെ ഫോണിലേക്ക് നിരന്തരമായിട്ട് അവരുടെ മക്കളുടെ കോളുകൾ വരുന്നു. എന്നാൽ അതെല്ലാം അവർ ഇഗ്നോർ ചെയ്യുന്നു. കേരളത്തിൽ നിന്നും വിളിച്ച ഒരു സാറിന്റെ കോള് മാത്രമാണ് അവർ എടുക്കുന്നത്. കേരളത്തിലേക്ക് ജോലിക്ക് വേണ്ടി പോകാൻ തീരുമാനിച്ചുകൊണ്ട് വീട്ടിൽ നിന്നും പെട്ടെന്ന് സെൽവി ഇറങ്ങുന്നുണ്ട്. വീടിന്റെ നടുക്കായിട്ട് 3 പേർക്ക് കഴിക്കാൻ വേണ്ടി വിളമ്പി വെച്ച ഭക്ഷണം ഉരുപ്പുണ്ടായിരുന്നു. അതെല്ലാം അങ്ങനെ തന്നെ ഇട്ടിട്ടാണ് സെൽവി രാത്രി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അതും ആരും കാണാതെ. വഴിയിൽ വെച്ച് ഒരാൾ അവളോട് എങ്ങോട്ട് പോവുകയാണെന്ന് ചോദിച്ചപ്പോൾ അവൾ കള്ളം പറയുന്നുണ്ട്, താൻ ഒരു അമ്പലത്തിലേക്ക് പോവുകയാണെന്ന്. എന്നാൽ അവൾ ഉദ്ദേശിച്ച പോലെ അവൾക്ക് ബസ് കിട്ടിയില്ല. ആ സമയം ദൂരെയുള്ള ഒരു പള്ളിയിലേക്ക് യാത്ര പോകുന്ന ഒരു കൂട്ടം ആൾക്കാരെ കാണുന്നുണ്ട്. അതോടുകൂടി സെൽവി അവളുടെ പ്ലാൻ മാറ്റുന്നു. കേരളത്തിലേക്ക് പോകണ്ട, ഈ ആൾക്കാരുടെ കൂടെ ആ പള്ളിയിലേക്ക് പോകാം. അതുകൊണ്ട് താൻ ഉടുത്തിരുന്ന പട്ടുസാരി മാറ്റി മറ്റൊരു സാരി എടുത്തുടുക്കാൻ അവൾ തീരുമാനിക്കുന്നു. അങ്ങനെ കാടിന്റെ സൈഡിലേക്ക് സെൽവി മാറിയതും ഒരു പന്നി വന്ന് സെൽവി ആക്രമിക്കുകയാണ്. പന്നിയെ പേടിച്ച സെൽവി ഓടി ഓടി പോകുമ്പോൾ അവൾ കാൽ വഴുതി വീഴുകയും പന്നി അവളുടെ അടുത്തേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ പന്നിയുടെ ആക്രമണത്തിൽ അവൾ കാല് തെറ്റി വീഴുന്നത് ഒരു കിണറ്റിലേക്കായിരുന്നു. അതിനുള്ളിലുണ്ടായിരുന്ന ഒരു കല്ലിൽ പോയി അവളുടെ തലയും ഇടിക്കുന്നു. ഇനി ഈ സെൽവി ആരാണെന്നും അവളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുമാണ് നമ്മളെ കാണിക്കുന്നത്. കഥയൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ഹസ്ബൻഡും 2 ആൺമക്കളുമായിട്ട് ജീവിച്ചിരുന്ന സ്ത്രീയായിരുന്നു സെൽവി. എന്നാൽ ഒരു ദിവസം സെൽവിയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അതിനുശേഷം മക്കളെ നോക്കണമെങ്കിൽ സെൽവിക്ക് എന്തെങ്കിലും ജോലി ചെയ്തെങ്കിലേ പറ്റൂ. അവൾ ജോലി ചെയ്യാൻ പോകുന്ന സമയത്ത് മക്കളുടെ കൂടെ നിൽക്കാൻ ആരെങ്കിലും വേണം. ഹസ്ബൻഡിന്റെ അച്ഛനോടും അമ്മയോടും ചോദിച്ചപ്പോൾ അവർ രണ്ടുപേരും വന്ന് നിൽക്കില്ല എന്ന് പറഞ്ഞു. സ്വന്തം അച്ഛന്റെ അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ അവളുടെ അച്ഛന് അവിടെ ഒരുപാട് ജോലികളുണ്ട്, അതുകൊണ്ട് നിന്റെ കൂടെ വന്ന് നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അമ്മയോട് ചോദിച്ചപ്പോഴാകട്ടെ അവളുടെ അച്ഛനെ വിട്ടിട്ട് അവളുടെ കൂടെ വന്ന് നിൽക്കാൻ അവളുടെ അമ്മയ്ക്ക് താല്പര്യമില്ല. അവളോട് ഇവിടേക്ക് വന്ന് താമസിക്കാൻ പറയുന്നു. എന്നാൽ ഹസ്ബൻഡ് കൂടെ താമസിച്ചിരുന്ന ആ നാടും വീടും എല്ലാം വിട്ടിട്ട് കുട്ടികളുടെ പഠിപ്പും കളഞ്ഞ് ഇവിടെ വന്ന് നിൽക്കാൻ അവൾക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. എല്ലാവരോടും വഴിക്കിട്ട് സെൽവി വീണ്ടും കുട്ടികളെയും കൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി. കുട്ടികളെ സ്കോളർഷിപ്പിൽ ഏതെങ്കിലും ബോർഡിംഗ് സ്കൂളിലാക്കി പഠിപ്പിക്കാനായിരുന്നു സെൽവിയുടെ തീരുമാനം. അതാകുമ്പോൾ അവൾ ജോലിക്ക് പോകുമ്പോൾ കുട്ടികളെ കുറിച്ച് ആലോചിച്ച് അവൾക്ക് ടെൻഷൻ വേണ്ട. എന്നാൽ കുട്ടികൾക്കാകട്ടെ അവളെ വിട്ടു പോകാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. നിർബന്ധിച്ചവരെ കൊണ്ടുവിടാൻ ശ്രമിച്ചെങ്കിലും അവർ രണ്ടുപേരും ആകെ സങ്കടത്തോടുകൂടി സെൽവിയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തി. സെൽവിക്കും തന്റെ മക്കളിൽ നിന്ന് അകന്നു ജീവിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീടങ്ങോട്ട് തന്റെ മക്കളുടെ പഠിപ്പിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് അവൾ കാശുണ്ടാക്കാൻ ആരംഭിച്ചു. ഒരു ട്രാവൽ ഓഫീസിലാണ് അവൾ ജോലിക്ക് കയറിയിരുന്നത്. ആ നാട്ടില് സ്ത്രീകളുടെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ അവർ നെറ്റിയിൽ പൊട്ടുവെക്കില്ല, കയ്യിൽ മെഹന്തി ഇടില്ല. അതുകൊണ്ട് തന്നെ ഭർത്താവ് മരിച്ച സ്ത്രീകളെ ആൾക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാമായിരുന്നു. ട്രാവൽ ഏജൻസിയിൽ വരുന്ന കസ്റ്റമേഴ്സിന് അവളുടെ കയ്യിൽ നിന്നും ഡോക്യുമെന്റ്സ് വാങ്ങാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ വിധവകളായ സ്ത്രീകളിൽ നിന്നും പാസ്പോർട്ടും തങ്ങളുടെ ഡോക്യുമെന്റ്സും വാങ്ങുന്നത് അവർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ആ ഓഫീസിലെ ആളാകട്ടെ സെൽവിയോട് പറയുന്നുണ്ട്, നീ ഈ ഓഫീസിലേക്ക് കയറുമ്പോൾ മാത്രം നെറ്റിയിലൊന്ന് പൊട്ടുവെച്ചിട്ട് വരുമോ എന്ന്. അയാൾ പറഞ്ഞതുപോലെ സെൽവി ചെയ്തു. അതോടുകൂടി ഓഫീസിൽ വരുന്ന ആൾക്കാർക്ക് അവളുടെ കയ്യിൽ നിന്ന് എന്ത് ഡോക്യുമെന്റ്സ് വാങ്ങിയാലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം അവൾ വിധവയല്ലല്ലോ. കുട്ടികളുടെ പഠിപ്പിനും മറ്റുമായിട്ട് അവൾ ചില ഫിനാൻസിൽ നിന്ന് കുറച്ച് കാശൊക്കെ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കാശ് ഉപയോഗിച്ച് സെൽവി 2 മക്കളെയും കോളേജിൽ അയച്ച് പഠിപ്പിക്കുന്നു. അവിടെ ഹോസ്റ്റലിലായിരുന്നു 2 മക്കളും നിന്നിരുന്നത്. അവരെ അവിടെ ആക്കിയിട്ട് സെൽവി വീട്ടിലേക്ക് ഒറ്റയ്ക്കെത്തുന്നു. മക്കളില്ലാത്ത സമയങ്ങളിലൊക്കെ സെൽവിക്ക് ഒറ്റയ്ക്ക് ആഹാരം പാകം ചെയ്ത് കഴിക്കാൻ ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു കട്ടൻ ചായയിട്ടായിരുന്നു അവൾ കുടിച്ചുകൊണ്ടിരുന്നത്. മക്കൾ വന്നാൽ മാത്രമേ അവൾ നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കാറുണ്ടായിരുന്നുള്ളൂ. സെൽവി ഒറ്റയ്ക്കായതോടുകൂടി അവൾ എപ്പോഴും മുകളിൽ കറങ്ങിക്കൊണ്ടിരുന്ന ഫാനിനോടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും സെൽവിയുടെ ജീവിതത്തിൽ അവളുടെ മക്കൾ അറിയാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഭർത്താവ് മരിച്ചൊരു സ്ത്രീയെ ആ ഗ്രാമത്തിലെ ആൾക്കാർ വളരെ മോശം രീതിയിലായിരുന്നു കണ്ടിരുന്നത്. പല രാത്രികളിലും സെൽവിയുടെ വാതിലിന് പലരും വന്ന് മുട്ടിയിട്ടുണ്ട്. തങ്ങളുടെ കൂടെ രാത്രി ചെലവഴിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ കാശ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും അവൾ തന്റെ മക്കളെ അറിയിച്ചിരുന്നില്ല. അവളുടെ 2 മക്കളും കോളേജിലെ ഹോസ്റ്റലിലേക്ക് മാറിയതോടുകൂടി ഈ ആൾക്കാരുടെ ശല്യം കൂടിക്കൊണ്ടേയിരുന്നു. പല രാത്രികളിലും സെൽവി പേടിച്ചാണ് ഉറങ്ങിയിരുന്നത്. സെൽവിയുടെ സഹോദരന് ആഗ്രഹം ഉണ്ടായിരുന്നു സെൽവിയുടെ മക്കൾ ആരെങ്കിലും കൊണ്ട് തന്റെ മകളെ വിവാഹം കഴിപ്പിക്കണമെന്ന്. ആ കുട്ടിയാകട്ടെ സ്കൂളിൽ പഠിക്കുന്നതേ ഉള്ളൂ. എന്നാൽ സെൽവിയുടെ 2 മക്കൾക്കും അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം സെൽവിയാകട്ടെ വിധവാ പെൻഷന്റെ കാര്യവുമായിട്ട് എവിടെയോ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ നാട്ടിലെ പെരുമാൾ എന്ന് പറയുന്ന ഒരാളാകട്ടെ അവളോട്, നീ ഇത് എവിടെ പോയിട്ട് വരികയാണെന്ന് ചോദിക്കുന്നു. ഇതുപോലെ പെൻഷൻ വാങ്ങാൻ പോയതാണെന്ന് പറഞ്ഞപ്പോൾ അവർ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, എന്താണെങ്കിലും നിനക്ക് ചാകുന്നത് വരെ വിധവാ പെൻഷൻ വാങ്ങാമല്ലോ എന്ന്. എന്നാൽ അവൾ പറയുന്നുണ്ട്, ചാകുന്നിടം വരെ വാങ്ങണമെന്ന് നിർബന്ധമുണ്ടോ എന്ന്. ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് മറ്റൊരു വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവകാശമില്ല എന്ന്. അവളെ കാണുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെ നിരന്തരം ശല്യം ചെയ്യുന്ന അയാളുടെ വാ അടപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവൾ അങ്ങനെ പറഞ്ഞത്. എന്നാൽ അത് കേട്ട് അവളോടും മക്കളോടും കുറച്ച് സ്നേഹമുള്ള ഒരു വാദ്യാരാകട്ടെ അവളോട് വന്ന്, ശരിക്കും നീ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അയാളുടെ പരിചയത്തില് ചില അധ്യാപകരൊക്കെ ഉണ്ട്. ഭാര്യ മരിച്ചതാണ്, അവർക്കും സെക്കൻഡ് മാരേജിന് താല്പര്യമുണ്ട്. അത് കേട്ടതും സെൽവി അയാളോട് പറയുന്നുണ്ട്, വിവാഹം കഴിക്കണമെന്ന് എനിക്ക് അത്ര അതിയായ ആഗ്രഹമൊന്നുമില്ല, പക്ഷെ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ വീണ്ടും ഒരു വിവാഹം കഴിച്ചാലോ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടെന്ന്. കാരണം ചെറുപ്പം മുതലേ പൊട്ടുവെക്കാനും കയ്യിൽ മെഹന്തി ഇടാനും ഒക്കെ സെൽവിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നാൽ ഭർത്താവ് മരിച്ചതോടുകൂടി ഇതെല്ലാം വേണ്ടെന്ന് വെക്കേണ്ടി വന്നു. ഒരു നല്ല കാര്യങ്ങളിലും തങ്ങൾ പങ്കെടുക്കാൻ പാടില്ല. രാത്രിയിൽ വീട്ടില് എലിശല്യം കാരണം ലൈറ്റ് ഇട്ടിരുന്ന ചുറ്റുമുള്ള ആൾക്കാർ പറയും, വിധവയായ സ്ത്രീയുടെ വീട്ടില് രാത്രിയിൽ എന്തിനാ ലൈറ്റ് ഇട്ടിരിക്കുന്നതെന്ന്, അവിടെ മറ്റാരാ ഉള്ളതെന്ന്. അങ്ങനെ നിരന്തരം ആൾക്കാർ
വീട്ടുകാര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഭർത്താവില്ലാത്ത സ്ത്രീകളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതൊക്കെ ആലോചിക്കുമ്പോഴായിരുന്നു സെൽവിക്ക് ഒരു വിവാഹം കൂടി കഴിച്ചാലോ എന്ന് ചിന്ത വന്നത്. പക്ഷെ തന്റെ മക്കൾ തന്നെ കുറിച്ച് എന്ത് കരുതുമെന്ന് വിചാരിച്ചിട്ടാണ് അവൾ അതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിയ വാദ്യാരാകട്ടെ സെൽവിയുടെ മൂത്ത മകൻ ഭാസ്കറിനോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. നിന്റെ അമ്മയ്ക്ക് ഞാൻ പറ്റിയൊരു വിവാഹാലോചന കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ വലുതായില്ലേ, ഇനി അമ്മ ഒറ്റയ്ക്കല്ലേ, അമ്മയ്ക്കൊരു കൂട്ട് വേണ്ടേ എന്ന്. അമ്മയോട് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അവർക്ക് വലിയ എതിർപ്പൊന്നുമില്ല. നിന്നോട് സംസാരിക്കാനാ പറഞ്ഞതെന്ന്. എന്നാൽ ഇത് കേട്ടതോടുകൂടി ഭാസ്കറിന് ദേഷ്യം വരുന്നു. അന്ന് ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ സെൽവിയോട് ഭാസ്കർ അധികം മിണ്ടുന്നില്ല. നിനക്ക് എന്നോട് ദേഷ്യമാണെന്ന് ചോദിച്ചുകൊണ്ട് സെൽവി അടുത്തേക്ക് ചെന്നപ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ മുഖം കണ്ണാടിയിലേക്ക് നോക്കാനാണ് അവൻ അമ്മയോട് പറയുന്നത്. ഓഫീസിൽ വെച്ച് നെറ്റിയിൽ ഒട്ടിച്ചിരുന്ന പൊട്ട് സെൽവി എടുക്കാൻ മറന്നിരുന്നു. വിധവയായ അമ്മയാകട്ടെ അവിടുത്തെ ആചാരങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട് പൊട്ട് വെച്ചിരിക്കുന്നത് ഭാസ്കറിന് ഇഷ്ടപ്പെട്ടില്ല. അവൻ സെൽവിയോട് ദേഷ്യപ്പെടുന്നു. തന്റെ മകന്റെ ദേഷ്യം കണ്ടതോടുകൂടി സെൽവി തനിക്കിനി വിവാഹമേ വേണ്ടെന്നുള്ള തീരുമാനത്തിലെത്തി. സെൽവിക്ക് ആ സമയത്താണ് കേരളത്തിലൊരു വീട്ടില് ജോലി കിട്ടുന്നത്. സെൽവി അങ്ങനെ ജോലിക്ക് വേണ്ടി കേരളത്തിലേക്ക് പോയി. അമ്മയോട് ദേഷ്യപ്പെട്ടതിന് ശേഷം ഭാസ്കറിന് ഒരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. അവൻ എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. സെൽവി പലതവണ ഭാസ്കറിനെ വിളിച്ചെങ്കിലും ഭാസ്കറും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. സെൽവി രണ്ടാമത് വിവാഹം കഴിക്കുന്നുള്ള ചിന്തയായിരുന്നു ഭാസ്കറിനെ കൂടുതൽ കൂടുതൽ ദേഷ്യത്തിലാക്കിക്കൊണ്ടിരുന്നത്. സെൽവി കേരളത്തിൽ ജോലി ചെയ്തുണ്ടാക്കിയ കാശ് തന്റെ മക്കളുടെ കയ്യിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അടുത്ത വീട്ടിലെ മേഖലയുടെ കയ്യിലായിരുന്നു അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. ആ പെൺകുട്ടിയുടെ വിവാഹം 20-ാം വയസ്സിലാണ് കഴിഞ്ഞത്. മേഖലയാണ് ഭാസ്കറിന്റെ കയ്യിൽ കാശ് കൊണ്ടു കൊടുത്തത്. എന്നാൽ അതിലൊരു നോട്ടിലാകട്ടെ സെൽവി തന്റെ ഒരു പൊട്ട് ഒട്ടിച്ചു വെച്ചിട്ട് ഒരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ പൊട്ട് ഞാൻ നെറ്റിയിൽ വെച്ചു കഴിഞ്ഞാൽ അതെനിക്കൊരു ശക്തിയാണ്, അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ അതിന് മറ്റർത്ഥങ്ങളൊന്നുമില്ല. ഈ പ്രായത്തിലും അമ്മ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതിനെ ഭാസ്കർ പല രീതിയിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ അമ്മയെ തെറ്റിദ്ധരിച്ചതാണെന്ന് അവൻ മനസ്സിലാക്കിയതും അവൻ അമ്മയോടുള്ള ദേഷ്യമൊക്കെ പോയി. പിന്നീട് അവൻ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ പഠിപ്പ് കഴിഞ്ഞ് അവനാകട്ടെ സ്വന്തമായിട്ട് ഒരു IELTS കോച്ചിങ് സെന്റർ ആരംഭിച്ചു. സെൽവിയുടെ രണ്ടാമത്തെ മകൻ വിവേകാകട്ടെ കോളേജിൽ പഠിക്കുകയായിരുന്നു. ചെറുപ്പം മുതലേ അവൻ സന്ധ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. ഒരു ദിവസം ലീവ് കഴിഞ്ഞ് കോളേജിലേക്ക് പോകുന്ന വഴിക്ക് ബസ് കിട്ടാത്തത് കാരണം ഇവരൊരു സ്ലീപ്പർ ബസ്സിലാണ് കയറിയത്. അതേ ബസ്സിൽ തന്നെ സന്ധ്യയുടെ വീട്ടുകാരും കയറിയിട്ടുണ്ടായിരുന്നു. സന്ധ്യയും വിവേകിനെയും സ്ലീപ്പറിൽ ഒരുമിച്ച് കണ്ടതോടുകൂടി സന്ധ്യയുടെ വീട്ടുകാർ പ്രശ്നമുണ്ടാക്കുകയും അവളെ കുറെ തല്ലുകയും ചെയ്തു. ആ സമയം കേരളത്തിലെ ജോലിയൊക്കെ വിട്ടിട്ട് സെൽവി വീണ്ടും തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഈ സന്ധ്യയുടെ പേരൻസ് വന്ന് സെൽവിയുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. തന്റെ മകളുടെ പുറകെ ഇനി നിന്റെ മകൻ വന്നു കഴിഞ്ഞാൽ അവന്റെ കാല് വെട്ടുമെന്ന് പറയുന്നു. സെൽവി ഇതിനെപ്പറ്റി വിവേകിനോട് ചോദിക്കുമ്പോൾ വിവേക് പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ സ്ലീപ്പർ ബസ്സിൽ വെച്ച് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. വേറെ ബസ് കിട്ടാത്തോണ്ടാണ് അതിൽ കയറിയത്. ഞങ്ങൾ അതിനകത്തിരുന്ന് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടത്തുകയായിരുന്നു. ഞങ്ങളുടെ ലിമിറ്റ് എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. ഞങ്ങൾ രണ്ടുപേരും ചെറുപ്പം മുതലേ ഇഷ്ടത്തിലാണ്. വിവേകിന്റെ ഇഷ്ടത്തിന് സെൽവി എതിർന്നു നിന്നില്ല. അതിനിടയ്ക്ക് സെൽവിയുടെ മൂത്ത മകൻ ഭാസ്കർ ആകട്ടെ സെൽവിയെ വിളിച്ചിട്ട് ആഹാരം കഴിച്ചോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. താൻ തനിച്ചാണെങ്കിൽ ഒരു കട്ടൻ ചായ മാത്രമല്ലേ കുടിക്കൂ. ഇന്നിപ്പോൾ വിവേക് ഉണ്ടായതുകൊണ്ട് എന്തെങ്കിലും നല്ല കറികൾ ഉണ്ടാക്കണമെന്ന് അവൾ ഭാസ്കറിനോട് പറയുന്നു. അമ്മയുടെ തനിച്ചുള്ള ജീവിതം വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണെന്ന് ഭാസ്കർ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ സെൽവി ഒന്ന് ഞെട്ടി. വർഷങ്ങൾക്ക് മുൻപ് ഇതിനെപ്പറ്റി താൻ അങ്ങോട്ട് അവനോട് പറഞ്ഞപ്പോൾ അവൻ ദേഷ്യപ്പെട്ടതാണ്. ഇപ്പോൾ അവനായിട്ട് തന്നെ ഇങ്ങോട്ട് ഇതിനെപ്പറ്റി പറയുന്നു. എനിക്ക് 43 വയസ്സായി, മുടിയൊക്കെ നരച്ചു തുടങ്ങി. ഇനി ഈ പ്രായത്തിൽ ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എന്തൊക്കെ പറയുമെന്ന് സെൽവി പറഞ്ഞതും അതിനെപ്പറ്റിയൊന്നും അമ്മ ചിന്തിക്കേണ്ടെന്നാണ് ഭാസ്കർ പറയുന്നത്. ഇവിടെ വിവേകാകട്ടെ എങ്ങനെയെങ്കിലും ഭാസ്കറിനെ കെട്ടിച്ചിട്ട് താനും സന്ധ്യയും തമ്മിലുള്ള കല്യാണം നടത്താനുള്ള തീരുമാനത്തിലായിരുന്നു. എന്നാൽ ഭാസ്കർ പറയുന്നത് സെൽവി ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചിട്ട് മാത്രമേ താൻ വിവാഹം കഴിക്കൂ എന്നാണ്. താൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഭാസ്കർ കല്യാണം കഴിക്കില്ല. ഭാസ്കറിന്റെ കല്യാണം നടന്നില്ലെങ്കിൽ വിവേകിന്റെ കാര്യത്തിൽ ഒന്നും നടക്കില്ല. അതുകൊണ്ട് സെൽവി ഒരു തീരുമാനം എടുക്കുന്നു. തൽക്കാലം ഭാസ്കറിന് വേണ്ടി ഒരു പെണ്ണാലോചിക്കാൻ ബ്രോക്കറുടെ അടുത്ത് പോയി അവന്റെ ഫോട്ടോ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഭാസ്കറിനോട് പറയുന്നു, നീ ആദ്യം പോയി പെൺകുട്ടികളെ കണ്ട് അവരോട് കാര്യങ്ങൾ സംസാരിക്കണം. അവരുടെ വീട്ടുകാർക്ക് നിന്റെ അമ്മ ഒരു വിവാഹം കഴിക്കുന്നതിൽ പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാം. അങ്ങനെയുള്ള പെൺകുട്ടി നീ കണ്ടെത്തുമ്പോൾ എന്നെ അറിയിച്ചാൽ മതി. അതിന് ഭാസ്കറും ഓക്കെ പറയുന്നു. അങ്ങനെ അവൻ ഒരു പെണ്ണ് കാണാൻ പോകുന്നുണ്ട്. വന്ദന എന്നായിരുന്നു പെൺകുട്ടിയുടെ പേര്. എന്നാൽ അവിടെ എത്തിയപ്പോൾ അവളുടെ പേരൻസ് യൂട്യൂബേഴ്സ് ആയിരുന്നു. ഇവനെ കണ്ടപാടെ ആദ്യത്തെ പെണ്ണ് കാണില്ലെന്ന് പറഞ്ഞിട്ട് അതിന്റെ വീഡിയോസ് എടുക്കാൻ തുടങ്ങി. വന്ദന പറയുന്നുണ്ട്, തന്റെ പേരൻസ് ഇങ്ങനെയാണ്, എല്ലാം കണ്ടന്റ് ആക്കും. എനിക്ക് ഇങ്ങനെ ഓരോ പയ്യന്മാരെയും കണ്ട് അവരോട് സംസാരിച്ച് ശരിക്കും മടുത്തു. അത് കേട്ടതോടുകൂടി ഭാസ്കറും തന്റെ അമ്മയുടെ കാര്യം വന്ദനയോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡീലിലെത്താം. നിന്റെ വീട്ടുകാരോട് പറ നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടു എന്ന്. ഞാനും എന്റെ അമ്മയോട് പറയാം എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു എന്ന്. അങ്ങനെയാണെങ്കിൽ എന്റെ അമ്മയുടെ കല്യാണം പെട്ടെന്ന് നടത്താമല്ലോ. നിന്റെ വീട്ടുകാരൻ നിന്നെ ഇനി ഓരോ പയ്യന്മാരെ കാണിച്ച് ശല്യം ചെയ്യില്ല. അങ്ങനെ അവരൊരു തീരുമാനത്തിലെത്തി. എന്നാൽ വന്ദന അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് ആദ്യം അമ്മയുടെ വിവാഹത്തിനെ എതിർത്തിട്ട് ഇപ്പോൾ അമ്മയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ നിൽക്കുന്നതെന്ന്. അപ്പോഴാണ് ആ സത്യം ഭാസ്കർ തുറന്നു പറയുന്നത്. ആദ്യം എനിക്കതിൽ എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കോയമ്പത്തൂരിൽ ജോലി ആവശ്യമായിട്ട് വന്ന സമയത്ത് കുറച്ചുനാൾ അമ്മയെ അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. പകൽ സമയത്തെല്ലാം അമ്മ ഒറ്റയ്ക്കാണ്. ചെയ്ത ജോലികൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അമ്മയ്ക്ക് അവിടെ സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ വരുന്ന പൂച്ചക്കുട്ടിയോടും മുകൾ കറങ്ങുന്ന ഫാനിനോടും ഒക്കെയായിരുന്നു അമ്മ സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോഴാണ് ശരിക്കും എനിക്ക് അമ്മയുടെ ലൈഫിൽ ഒറ്റപ്പെടൽ മനസ്സിലായത്. അതുകൊണ്ടാണ് അമ്മ ഒരു വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചതും. എന്നാൽ ഈ സംഭവം അറിഞ്ഞ വിവേകാകട്ടെ പ്രശ്നം ഉണ്ടാക്കുന്നു. നമ്മൾ രണ്ടുപേരും കല്യാണം കഴിക്കേണ്ട പ്രായത്തില് അമ്മയെ കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാകും, നമ്മുടെ കല്യാണത്തെ അത് ബാധിക്കുമെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെപ്പറ്റി ചൊല്ലി അടിയായി. ഒരു വിധത്തിൽ
വിധത്തിലാണ് ഭാസ്കർ വിവേകിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതിനിടയ്ക്ക് വിവേക് സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടുകാരാകട്ടെ വിവേകിനോടുള്ള ദേഷ്യം കാരണം സെൽവി കടമെടുത്ത ഫിനാൻസിലെ ആൾക്കാരെ കൊണ്ട് സെൽവിയുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. ആ പെരുമാളും ഇതിന് കൂട്ടുനിൽപ്പുണ്ടായിരുന്നു. പ്രശ്നം ഉണ്ടാക്കാൻ വന്ന ആൾക്കാരെ എല്ലാം തന്നെ സെൽവി അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. അതിന്റെ കൂടെ സെൽവിയുടെ സഹോദരനാകട്ടെ തന്റെ മകളെ എങ്ങനെയെങ്കിലും ഭാസ്കറിനെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടിയിട്ട് സെൽവിയോട് സംസാരിക്കാൻ വന്നിരിക്കുകയായിരുന്നു. ഭാസ്കർ ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു. ഭാസ്കറിനെ പറ്റില്ലെങ്കിൽ വിവേക് കെട്ടട്ടെ എന്നായിരുന്നു അയാൾ പറഞ്ഞത്. എന്നാൽ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ഇപ്പോഴെന്തിനാ കെട്ടിക്കുന്നതെന്ന് അവർ രണ്ടുപേരും ചോദിക്കുന്നു. അയാൾ അതൊന്നും കേൾക്കുന്നില്ല. ഈ നാട്ടിൽ 18 വയസ്സിലൊന്നും പെൺകുട്ടികളെ നിർത്തിയിരിക്കില്ല. അതിനു മുന്നേ ഇവിടെ എല്ലാവരും കെട്ടിച്ചുവിടും. അതുകൊണ്ട് ഞാനും കെട്ടിച്ചുവിടാൻ പോവുകയാണെന്നാണ് അയാൾ പറയുന്നത്. ഇവിടെ സന്ധ്യയാകിട്ട് വിവേകിനോട് തങ്ങളുടെ കല്യാണത്തെ പറ്റി സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ തന്റെ അമ്മയുടെ കല്യാണം നടക്കാതെ ഒന്നും നടക്കില്ല എന്ന് വിവേക് പറഞ്ഞതും സന്ധ്യ പ്രശ്നം ഉണ്ടാക്കുന്നു. അതിന്റെ പേരിൽ അവർക്കിടയിലും വഴക്കായി. വന്ദനയുടെ വീട്ടുകാരും വന്ദനയും ഭാസ്കറും തമ്മിൽ ഒരു ഡീലിലായിരുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുന്നു. അവൻ ആ വീട്ടുകാരോട് പറയുന്നുണ്ട് തന്റെ അമ്മയുടെ വിവാഹം നടക്കാതെ ഒന്നും നടക്കില്ല എന്ന്. ഇതെല്ലാം കേട്ടതോടുകൂടി സെൽവിക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി. താൻ കാരണം തന്റെ 2 മക്കൾമാരുടെയും ജീവിതം എങ്ങനെയാവുന്നുള്ള ചിന്തയായി. അന്ന് രാത്രിയില് ഭാസ്കറും വിവേകും സെൽവിയോട് പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും അമ്മയുടെ റീമാരേജിന് ഓക്കെ പറഞ്ഞു. പിന്നെ എന്തിനാണ് അമ്മ ഭയപ്പെടുന്നത്? അന്ന് സെൽവിയോട് വഴക്കിട്ടിട്ടാണ് രണ്ടുപേരും ആഹാരം പോലും കഴിക്കാതെ അവിടെ നിന്നും പോയത്. സെൽവിക്കും ആകെ സങ്കടവും ദേഷ്യവും എല്ലാം വന്നു. ആ ദേഷ്യത്തിൽ അവിടെ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ ജോലിക്ക് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി അവൾ ഇറങ്ങിയത്. എന്നാൽ പോകുന്ന വഴിക്ക് പള്ളിയിലേക്ക് പോകുന്ന ആൾക്കാരെ കണ്ടപ്പോ അവൾ അവളുടെ പ്ലാൻ മാറ്റി. അങ്ങനെ സാരി മാറാൻ അവൾ കാട്ടിലേക്ക് പോവുകയും പന്നി അവളെ ആക്രമിച്ച് അവൾ കിണറ്റിൽ വീഴുകയും ചെയ്തു. അമ്മയോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയെങ്കിലും കുറച്ചു നേരമായിട്ട് 2 മക്കളും അമ്മയെ വിളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവർ ഫോൺ എടുക്കാത്തത് കാരണം അടുത്ത വീട്ടിലെ മേഖലയെ വിളിച്ച് അവർ സംസാരിക്കുന്നു. ഗർഭിണിയായ മേഖല കഷ്ടപ്പെട്ട് സെൽവിയുടെ വീട്ടിലെത്തുമ്പോഴാണ് അവിടുത്തെ സാഹചര്യമൊക്കെ കാണുന്നത്. വിളമ്പി വെച്ച ഭക്ഷണം അങ്ങനെ തന്നെയുണ്ട്. അത് എലി തിന്നിട്ട് പോകുന്നു. സെൽവി ഇവിടെ ഇല്ലാന്ന് അവർ പറയുന്നുണ്ട്. ആകെ ടെൻഷനായി 2 മക്കളും അമ്മയെ അന്വേഷിച്ച് ഇറങ്ങി തിരിച്ചു. സെൽവി അവർക്ക് എവിടെ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ ഒരുപാട് അന്വേഷണത്തിനിടയ്ക്കാണ് അവർ മനസ്സിലാക്കുന്നത് സെൽവി ഹോസ്പിറ്റലിലാണെന്ന്. പന്നിയുടെ ആക്രമണത്തില് സെൽവി നിലവിളിക്കുന്നതും അവൾ കിണറ്റിലേക്ക് വീഴുന്ന സൗണ്ടും ഒക്കെ അതുവഴി പോയിക്കൊണ്ടിരുന്ന ആ പള്ളിയിലേക്ക് പോകുന്ന സംഘം കേട്ടിട്ടുണ്ടായിരുന്നു. അവരാണ് സെൽവിയെ രക്ഷിച്ച് ഹോസ്പിറ്റലാക്കിയത്. അമ്മയുടെ അവസ്ഥ കണ്ടതോടുകൂടി 2 മക്കളും ആകെ സങ്കടത്തിലായി. അമ്മയെ ഇനി ഒന്നിനും നിർബന്ധിക്കില്ല എന്ന് അവർ തീരുമാനിച്ചു. തങ്ങളില്ലാതിരുന്ന സമയത്തെല്ലാം അമ്മ ഒരു കട്ടൻ ചായയിലായിരുന്നു ഭക്ഷണം ഒതുക്കിയിരുന്നത്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഭാസ്കറിന് ശരിക്കും ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. അമ്മ അനുഭവിച്ച കഷ്ടപ്പാടെല്ലാം മാറണമെന്നും അമ്മയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്നും അവൻ ആഗ്രഹമുണ്ട്. അവന്റെ അമ്മയൊന്ന് സമ്മതം മൂളിയാൽ മാത്രം മതിയായിരുന്നു. അതിനിടയ്ക്ക് സന്ധ്യ അറിയുന്നുണ്ട് വിവേകനോടുള്ള ദേഷ്യം കാരണം അവന്റെ അച്ഛൻ കൂടി ഇടപെട്ടിട്ടാണ് ആ ഫിനാൻസുകാരെ കൊണ്ടുപോയി സെൽവിയുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയതെന്ന്. അവൾ ഇപ്പോഴും വിവേകവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം സ്വന്തം വീട്ടിന്റെ ചുവരിൽ പോലും അവൾ പെയിന്റ് കൊണ്ട് തന്റെയും വിവേകിന്റെയും പേരെഴുതി വെക്കുന്നു. അങ്ങനെ എല്ലായിടത്തും പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് മേഖലയുടെ ഹസ്ബൻഡ് ജോലി ചെയ്തുകൊണ്ടിരുന്ന കെട്ടിടത്തിൽ നിന്നും താഴേക്ക് വീണ് മരിക്കുന്നത്. ഗർഭിണിയായി അവൾക്ക് ഹസ്ബൻഡിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് സെൽവിക്കും വലിയൊരു ഷോക്കായിരുന്നു. കാരണം 24ാമത്തെ വയസ്സിലാണ് സെൽവി വിധവയായത്. ഇവിടെ മേഖലയാകട്ടെ 20ാമത്തെ വയസ്സിലും. ഹസ്ബൻഡിന്റെ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് പ്രസവവേദനയുമായിട്ട് മേഖലയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മേഖലയുടെ അവസ്ഥ കണ്ട് സെൽവി ആകെ തകർന്നിരിക്കുകയായിരുന്നു. അമ്മ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ സെൽവി പറയുന്നുണ്ട് ഞാൻ എന്റെ ചെറുപ്പത്തിൽ അനുഭവിച്ചതെല്ലാം തന്നെ ഇനി മേഖലയെ അനുഭവിക്കേണ്ടി വരും. ഈ നാട്ടിലുള്ള ആൾക്കാര് അവൾക്ക് ഒരു സമാധാനവും കൊടുക്കില്ല. ഒരു കുഞ്ഞിനെയും വെച്ചുകൊണ്ട് അവൾ ഇനി കഷ്ടപ്പെടേണ്ടി വരും. എന്നാൽ ഇത് കേട്ടുകൊണ്ട് ദേഷ്യത്തോടെ ഭാസ്കർ പറയുന്നുണ്ട് മേഖലയ്ക്ക് ഇനിയൊരു വിവാഹം കഴിക്കാൻ പറ്റും. അവൾക്കിനി ഒരുപാട് ജീവിതം മുന്നോട്ട് കിടക്കുകയാണ്. പക്ഷെ ഈ നാട്ടിലുള്ള ആൾക്കാര് അതിന് സമ്മതിക്കാത്തത് കാരണം ആരെങ്കിലും ഒരാള് അതിന് മുന്നിട്ട് ഇറങ്ങാത്തത് കൊണ്ടാണ്. അമ്മ ഇപ്പോൾ വിവാഹത്തിന് സമ്മതിക്കുകയാണെങ്കിൽ ഈ നാട്ടിലുള്ള ആൾക്കാർക്കെല്ലാം തന്നെ ഈ കാര്യത്തിലുള്ള ചിന്ത മാറും. അമ്മയുടെ ചുവട് പിടിച്ച് മേഖലയ്ക്ക് മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കാം. അതുകൊണ്ട് അതിനൊരു തുടക്കമായിട്ട് അമ്മ ആദ്യം വിവാഹം കഴിക്കുന്നതാ നല്ലതെന്ന് ഭാസ്കർ പറയുന്നു. ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ സെൽവിക്കും തോന്നി അവൻ പറഞ്ഞത് ശരിയാണെന്ന്. ആരെങ്കിലും ഒരാള് ഈ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോയെങ്കിലേ പറ്റൂ. എന്നാൽ മാത്രമേ പിറകിൽ വരുന്ന ആൾക്കാർക്ക് പ്രചോദനമാകാൻ പറ്റൂ. ഒടുവിൽ സെൽവി വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചു. അത് കേട്ടതോടുകൂടി 2 മക്കളും ഒരുപാട് ഹാപ്പിയായി. അങ്ങനെ അവർ തന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരാളെ കണ്ടുപിടിക്കാനുള്ള തിരക്കിലായി. ബ്രോക്കറിനെ കണ്ടിട്ട് അമ്മയുടെ ഫോട്ടോ ഭാസ്കർ കൊടുക്കുന്നുണ്ട്. പക്ഷെ മറ്റാരോടും ഇതിനെപ്പറ്റി പറയരുതെന്നും പറയുന്നു. കാരണം നാട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും. സെൽവിയുടെ വീട്ടുകാരെയും ഇതിനെപ്പറ്റി ഒന്നും തന്നെ അറിയിച്ചില്ല. പല ആൾക്കാരെയും പോയി കണ്ടെങ്കിലും സെൽവിക്കും പലരെയും ഇഷ്ടപ്പെട്ടില്ല. പല ആൾക്കാരെയും ഭാസ്കറിനും ഇഷ്ടപ്പെട്ടില്ല. ഒടുവിൽ സെൽവിയുടെ ഒരു ഫ്രണ്ട് റാണിയാകട്ടെ അവരുടെ വീടിനടുത്തുള്ള ഒരു പരിചയക്കാരനെ കാണിക്കാൻ വേണ്ടിയിട്ട് സെൽവിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു. വർഷങ്ങൾക്ക് മുന്നേ അയാളുടെ ഭാര്യ മരിച്ചതാണ്. ഒരു മകളുണ്ട്. ആ മകളുടെ വിവാഹവും കഴിഞ്ഞു. വീട്ടിലൊരു പെരിയമ്മ മാത്രമേ ഉള്ളൂ. അവരുടെ കാര്യവും നോക്കി ജീവിക്കുന്ന ഒരാളാണ്. നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടാണ് സെൽവി അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഏഴുമല എന്നായിരുന്നു ആ ആളുടെ പേര്. വീട്ടിലെത്തി അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ കണ്ടപ്പോൾ സെൽവിക്ക് ഇഷ്ടപ്പെട്ടു. അയാൾ നല്ല രീതിയിൽ ആഹാരം പാകം ചെയ്യുമായിരുന്നു. അവിടെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. തന്റെ വൈഫ് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് അവരുടെ ജോലികൾ ഈസിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഉപകരണങ്ങളും അയാൾ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. വൈഫിന്റെ മരണശേഷം അയാളും കുറെ കാലം ഒറ്റയ്ക്കായിരുന്നു. കരിമ്പ് വിട്ടുന്ന ജോലിയാണ് അയാൾക്ക്. അവർ രണ്ടുപേരും ഒരുപാട് സംസാരിക്കുന്നു. സെൽവിക്കും ഏഴുമലയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അയാൾ നല്ലൊരു മനുഷ്യനാണെന്ന് സെൽവി മനസ്സിലാക്കി. വിവാഹം കഴിഞ്ഞാലും എന്റെ പെരിയമ്മയുടെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കിക്കൊള്ളാമെന്നാണ് ഏഴുമല പറയുന്നത്. അവരുടെ ഒരു വശം തളർന്നു കിടക്കുകയാണ്. അവരെ കുളിപ്പിക്കുന്നത് മുതൽ എല്ലാ
ജോലികളും താൻ ചെയ്തു കൊള്ളാം, അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ടെന്ന് സെൽവിയോട് പറയുന്നു. സെൽവിക്ക് ഏഴുമല ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഈ വിവാഹത്തിന് തനിക്ക് സമ്മതമാണെന്ന് ഏഴുമലയോടും തന്റെ മക്കളോടും സെൽവി പറയുന്നു. ഏഴുമലയെ കണ്ട ശേഷം സെൽവി ഒരുപാട് സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഏഴുമല തന്റെ കുടുംബത്തിലെ ആൾക്കാരെയൊക്കെ കൂട്ടി സെൽവിയുടെ വീട്ടിലേക്ക് വരുന്നു കല്യാണം ഉറപ്പിക്കാൻ. എന്നാൽ ഭാസ്കർ അവരോട് പറയുന്നുണ്ട്, പെട്ടെന്ന് ഈ കാര്യങ്ങളൊന്നും തീരുമാനിക്കേണ്ട കാര്യമില്ല, ആലോചിച്ചിട്ട് പതിയെ തീരുമാനിക്കാമെന്ന്. എന്താണെങ്കിലും ഇപ്പൊ നമ്മൾ കണ്ടതല്ലേ ഉള്ളൂ. ഇത് കേട്ടതും സെൽവിയും ഏഴുമലയും ആകെ വല്ലാതെയായി. എന്നാലും ഏഴുമല പറയുന്നുണ്ട്, അത് സാരമില്ല, നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ മതിയെന്ന്. പക്ഷെ അന്ന് തന്നെ വൈകുന്നേരം ഏഴുമലയെ കണ്ട് ഭാസ്കർ സംസാരിക്കുന്നുണ്ട്. രാവിലെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ട് തെറ്റിദ്ധരിക്കേണ്ട എന്ന്. കല്യാണത്തിന്റെ ഡേറ്റിനെ പറ്റിയോ കല്യാണം ഉറപ്പിച്ചെന്നുള്ള കാര്യമോ ഒന്നും തന്നെ ആരും തന്നെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം അമ്മ വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം തന്റെ പെരിയമ്മയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അവരെല്ലാം ദേഷ്യപ്പെടുകയും ഇതിനെ എതിർക്കുകയും ചെയ്തു. ഇപ്പോൾ തന്നെ അവര് സെൽവിയുടെ സഹോദരനോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കല്യാണത്തിന്റെ കാര്യം തീരുമാനിക്കുന്നത് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർ പ്രശ്നം ഉണ്ടാക്കാൻ വരും. അതുകൊണ്ട് ആ ഡേറ്റിനെ പറ്റി ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആലോചിച്ചിട്ടൊക്കെ പറയാമെന്ന് അപ്പോൾ കള്ളം പറഞ്ഞത്. ശരിക്കും നിങ്ങളുടെ കല്യാണം നാളെ രാവിലെ തന്നെ നടത്താനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കേട്ടതും ഏഴിമലയും ഒരുപാട് സന്തോഷത്തിലായി. ഭാസ്കർ ആ നിമിഷം മുതൽ ഏഴിമലയെ അപ്പ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഏഴിമലയുടെ മകളെ സ്വന്തം സഹോദരിയായിട്ടും ഭാസ്കർ കണ്ടു തുടങ്ങിയിരുന്നു. പിറ്റേന്ന് രാവിലെ ആരും അറിയാതെ കല്യാണം നടത്താനുള്ള തീരുമാനത്തിലായതുകൊണ്ട് തന്നെ ഒരു പൂജാരിയെ കണ്ട് അവിടെ എല്ലാ ഏർപ്പാടുകളും ഭാസ്കർ ചെയ്യുന്നു. എന്നാൽ ഇത് പെരുമാള് കാണുന്നുണ്ട്. പെരുമാളെ തെറ്റിദ്ധരിക്കുന്നത് ഭാസ്കറിന്റെ സഹോദരൻ വിവേക് അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടി സന്ധ്യയുമായിട്ട് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരുക്കങ്ങൾ നടത്തുന്നതെന്നാണ്. സന്ധ്യയുടെ വീട്ടിൽ പോയി അയാൾ ഇത് പറയുന്നു. എന്നാൽ സന്ധ്യ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, അച്ഛൻ വേണമെങ്കിൽ എന്നെ പൂട്ടിയിട്ടുകൊള്ളാൻ, ഞാൻ വിവേകുമായിട്ടൊന്നും ഒളിച്ചോടി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന്. അപ്പൊ പിന്നെ ആരുടെ വിവാഹത്തിന് വേണ്ടിയിട്ടാണ് ഭാസ്കർ ഒരുക്കങ്ങൾ നടത്തുന്നതെന്ന് പെരുമാളിന് ഡൗട്ട് തോന്നാൻ തുടങ്ങി. ഒടുവിൽ പെരുമാൾ അത് മനസ്സിലാക്കുന്നു. സെൽവിയുടെ വിവാഹം നടത്താനാണ് ഭാസ്കർ തീരുമാനിച്ചിരിക്കുന്നത്. ദേഷ്യത്തിൽ അയാൾ ഭാസ്കറിനെ വിളിച്ച് പറയുന്നുണ്ട്, നിന്റെ അമ്മയുടെ വിവാഹം നടത്താമെന്ന് നീ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നടക്കാൻ പോകുന്നില്ല എന്ന്. അയാൾ നാട്ടിലുള്ള ആൾക്കാരെ എല്ലാം കൂട്ടുന്നുണ്ട്. വിധവയായ ഒരു സ്ത്രീ ഇപ്പോൾ വീണ്ടും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് നമ്മുടെ നാട്ടിൽ നടക്കാത്ത കാര്യങ്ങളാണ്. അവളെങ്ങാനും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യമാർക്കും ഇനി പലതും തോന്നും. നിങ്ങളെ ഇഷ്ടമല്ലാത്ത നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് വേറെ രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ സെൽവി ഒരു കാരണമാകും. അതുകൊണ്ട് സെൽവിയുടെ വിവാഹം തടയണമെന്ന് പറഞ്ഞ് അയാൾ നാട്ടിലുള്ള ആൾക്കാരെ എല്ലാം കൂട്ടുന്നുണ്ട്. എന്താണെങ്കിലും ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് സെൽവിയുടെ സഹോദരനും അമ്മയും സഹോദരന്റെ ഭാര്യയെല്ലാം സെൽവിയുടെ വീട്ടിലേക്ക് വരുന്നു. ഈ വിവാഹം നടക്കാൻ പാടില്ലെന്നും നീ ഇതിന് സമ്മതിക്കരുതെന്നും ഒക്കെ സെൽവിയോട് പറയുന്നുണ്ട്. ഭർത്താവ് മരിച്ചിട്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ടും നിന്റെ കാമം തീർന്നില്ലേ എന്നാണ് സെൽവിയോട് അവളുടെ അമ്മ ചോദിക്കുന്നത്. ദേഷ്യം വന്ന് സെൽവി തിരിച്ചു ചോദിക്കുന്നുണ്ട്, അന്ന് എന്റെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് അമ്മയോട് ഞാൻ ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ ഹസ്ബൻഡിനെ വിട്ടിട്ട് വരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. 60 വർഷം കഴിഞ്ഞിട്ടും അമ്മയുടെ കാമം തീർന്നിട്ടില്ലെന്ന് സെൽവിയും തിരിച്ചു ചോദിക്കുന്നു. ഇത് കേട്ടതോടുകൂടി അവർക്കും ഒന്നും പറയാനില്ലാതായി. ദേഷ്യം വന്ന സെൽവിയുടെ സഹോദരനാകട്ടെ അവൾ വിവാഹം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവളെ കൊല്ലാൻ പോലും തയ്യാറായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ കയറെടുത്ത് അവളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ അയാൾ ശ്രമിക്കുന്നുണ്ട്. അതിനവളുടെ അമ്മ പോലും കൂട്ടുനിന്നു. പുറത്തേക്ക് സൗണ്ട് പോകാതിരിക്കാൻ അവര് പോയി വാതിൽ വരെ അടച്ചു. എന്നാൽ ആ നിമിഷമാണ് മേഖല അവിടെ സെൽവിയെ കാണാൻ വരുന്നത്. അവൾ വന്ന് വാതിലിന് മുട്ടിയതോടുകൂടി അവർ പേടിച്ചിട്ട് വാതിൽ തുറന്നു. സെൽവി എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവൾ ചത്തുപോയെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാൽ സെൽവി മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ ആകെ അവശനിലയിലായിരുന്നു. ആ നാട്ടിലെ ആൾക്കാര് മേഖലയും ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിധവയ സ്ത്രീ വിവാഹം കഴിക്കുന്നത് തെറ്റാണെന്നും അതൊരിക്കലും ചെയ്യാൻ പാടില്ലെന്നും ഒക്കെ. അതിനെപ്പറ്റി അവൾ സെൽവിയോടും പറയുന്നുണ്ട്. ചേച്ചിക്ക് ഇപ്പോൾ വിവാഹം കഴിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് മക്കളില്ലേ, നമ്മൾ അവർക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കേണ്ടത്, ഇനി നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ പാടുണ്ടോ എന്നൊക്കെ. ചെറിയ പ്രായത്തില് അവളുടെ മനസ്സിൽ പോലും ആൾക്കാർ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അവൾക്ക് വേണ്ടിയും അവൾ ജീവിക്കണമെന്നുള്ള ചിന്ത അവളുടെ മനസ്സിലേക്ക് വരണമെങ്കിൽ താൻ മുൻകൈ എടുത്തെങ്കിലേ പറ്റുമെന്ന് സെൽവിക്ക് അറിയാമായിരുന്നു. അന്ന് രാത്രി നാട്ടിലെ ആൾക്കാർ പലരും ഭാസ്കറിനെയും വിവേകിനെയൊക്കെ അപകടപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആ പെരുമാള് പോയി ഏഴിമലയുടെ വീട്ടിൽ ചെന്ന് അയാളെയും ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ ഇവരാരും പിന്തിരിയെ കൂട്ടാക്കിയില്ല. ഭാസ്കറും വിവേകും ചേർന്നിട്ട് അമ്മയുടെ കല്യാണത്തിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം വാങ്ങി. നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിഞ്ഞതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് ഭാസ്കർ പറഞ്ഞെങ്കിലും പോലീസുകാർ അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞങ്ങളുടെ ജോലി ഇതല്ലാന്ന് പറയുന്നു. മേഖല വിളിച്ചു പറഞ്ഞറിഞ്ഞിട്ട് അമ്മയുടെ സഹോദരൻ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചത് ഭാസ്കർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഭാസ്കർ അതിനെപ്പറ്റി ഒന്നും തന്നെ സെൽവിയോട് ചോദിച്ചില്ല. തന്റെ മക്കൾ എന്താണ് ഒന്നിനെപ്പറ്റിയും തന്നോട് സംസാരിക്കാത്തതെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു സെൽവി. പക്ഷെ അപ്പോഴാണ് അവളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. വീടിനുള്ളിൽ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിരിക്കുന്നു. സെൽവിയോട് അവർ അപ്പോഴാണ് പറയുന്നത്, നാളെ രാവിലെയാണ് അമ്മയുടെ വിവാഹമെന്ന്. അത് കേട്ടതും സെൽവി ആകെ ടെൻഷനിലായി. ഇത്രയും ദിവസം വിവാഹം കഴിക്കണമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് നാളെ രാവിലെയാണ് വിവാഹം എന്ന് പറഞ്ഞപ്പോഴേക്കും സെൽവിക്ക് സങ്കടം വരുന്നു. അവർ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോഴും സെൽവി ചിന്തിക്കുന്നത്, നാളെ ഞാൻ വിവാഹം കഴിഞ്ഞ് ഏഴിമലയുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ മക്കൾ ഇനി ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ അവർ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. അവർ ഒറ്റയ്ക്ക് ആഹാരം പാകം ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് ചിന്തകളായിരുന്നു സെൽവിയുടെ മനസ്സിൽ. അതെല്ലാം ആലോചിച്ച് സെൽവി കരയുമ്പോൾ അവളുടെ 2 മക്കളുമാണ് അവളെ ആശ്വസിപ്പിക്കുന്നത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ഇവരെല്ലാവരും റെഡിയായി അമ്പലത്തിലേക്ക് എത്തുന്നു. എന്നാൽ പെരുമാളും കൂട്ടരും അമ്പലത്തിലെ പൂജാരിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അമ്പലം പൂട്ടിയിട്ടിരിക്കുകയാണ്. അവരെന്തായാലും അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. കുറച്ചു കഴിയുമ്പോഴേക്കും ഏഴിമലയും കൂട്ടരും അവിടേക്ക് എത്തി. അത് കണ്ടപ്പോഴാണ് അവർക്ക് കുറച്ച് സമാധാനം തോന്നിയത്. പൂജാരി ഇല്ലെങ്കിലും അവിടെ വെച്ച് താലി കെട്ടാനുള്ള തീരുമാനത്തിലായിരുന്നു അവർ. എന്നാൽ അപ്പോഴേക്കും പെരുമാളും കൂട്ടരും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അവിടേക്ക് വരുന്നു. എന്നാൽ അതിനു മുന്നേ തന്നെ ഭാസ്കർ ഒരു പ്ലാനിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു.
ആൾക്കാർ ആക്രമിക്കാൻ വന്നപ്പോഴേക്കും അവർക്ക് തലയ്ക്ക് മുകളിലൂടെ ഒരുപാട് ഡ്രോണുകൾ വരുന്നു. വന്ദനയുടെ അമ്മയും അച്ഛനും ചേർന്നിട്ട് തങ്ങളുടെ കുറച്ച് ആൾക്കാരെയൊക്കെ കൂട്ടി തങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ എടുക്കാൻ വന്നിരിക്കുകയായിരുന്നു അവർ. ഇതെല്ലാം തന്നെ ലൈവായിട്ട് തങ്ങളുടെ ചാനലിലൂടെ കാണിക്കുകയാണെന്നും നിങ്ങളെ എല്ലാവരെയും അകത്തിടാനുള്ള വകുപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ആൾക്കാരെ മുഴുവൻ പേടിപ്പിക്കുന്നു. എന്താണെങ്കിലും ആ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കൊറോണ വന്നപ്പോൾ ഇതുപോലെ പോലീസുകാർ ഡ്രോൺ ഉപയോഗിച്ച ആൾക്കാരെ പിടിച്ചിരുന്നില്ലേ, അതുപോലെ ഇപ്പോഴും പോലീസുകാരാണ് ഇത് ചെയ്യുന്നതെന്ന് ചിന്തിച്ച് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഈ ഡ്രോൺ കണ്ട് പേടിച്ചോടി. ഈ വീഡിയോ വൈറലായതോടുകൂടി പോലീസുകാരും അവിടേക്ക് എത്തി. അങ്ങനെ എല്ലാ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഏഴുമലയാകട്ടെ സെൽവിയുടെ കഴുത്തിൽ താലി കെട്ടുന്നു. മൂവിയുടെ അവസാനം യഥാർത്ഥ ഏഴുമലയും സെൽവിയും കാണിക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു കഥ യഥാർത്ഥത്തിൽ നടന്നതാണ്. സെൽവിയുടെ വിവാഹം ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറി. ഭർത്താവ് മരിച്ച മേഖലയും വീണ്ടും ഒരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഭാസ്കറും വിവേകും ടൗണിൽ നിന്നും തിരിച്ചെത്തുന്നത് ഏഴുമലയുടെ സെൽവിയുടെയും വീട്ടിലേക്കാണ്. അവരെല്ലാവരും ഒരു കുടുംബമായിട്ട് അവിടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ ആരംഭിച്ചു. ആർക്ക് വേണമെങ്കിലും ഏതു പ്രായത്തിലും അവരുടെ ജീവിതം വീണ്ടും ആരംഭിക്കാൻ സാധിക്കുമെന്ന് സെൽവി ഇവിടെ തെളിയിച്ചിരിക്കുന്നു. അങ്ങനൊരു നല്ല മെസ്സേജ് കൂടി തന്നുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.